ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മുടെ കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് റാഗി മുദ്ദ. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കപ്പ് റാഗിപ്പൊടി എടുക്കുന്നോ അത്രയും കപ്പ് വെള്ളം എടുക്കണേ, അതാണ് അതിൻ്റെ അളവ്. നമ്മളിവിടെ 1 കപ്പ് റാഗിപ്പൊടി എടുത്തുകൊണ്ട് അതിന് 1 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിസ്ക് ഉപയോഗിക്കാമെങ്കിൽ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. പിന്നെ റാഗിയുടെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതിനകത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം വേണം ഇതിനെടുക്കാൻ കേട്ടോ. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് റാഗിപ്പൊടിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന ഇതിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ തീ അങ്ങ് സിമ്മിലോട്ടാക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ആദ്യം ഒരു ചട്ടകം വെച്ചാണ് ഇളക്കിയത് കേട്ടോ. പിന്നെ ഓർത്തത് വിസ്ക് വെച്ച് ഇളക്കുന്നേ എളുപ്പമെന്ന്. നിങ്ങൾക്കും അതായിരിക്കും എളുപ്പം, കാരണം വിസ്ക് വെച്ച് നമ്മൾ ഇളക്കാമെങ്കിൽ കട്ട കെട്ടാതെ കിട്ടും. അപ്പം ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരിക്കലും നമ്മൾ കൂട്ടരുത്, കാരണം ഈ പൊടിയെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആയിപ്പോവും. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 2 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഇത് ഞാൻ യൂട്യൂബിൽ എവിടെ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ, ആരോ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അതിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം കൊള്ളായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുത്താൽ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. കർണാടകയിലൊക്കെ ഇത് സ്ട്രീറ്റിൽ വിൽക്കുന്ന വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കർണാടകയിൽ ഇതിനെ റാഗി മുദ്ദയെന്നും നമ്മുടെ തമിഴ്നാട്ടിൽ ഇതിനെ റാഗി കളി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ മാത്രമല്ല ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ തോന്നി ഇച്ചിരി എരിവുള്ള കറിയായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഒരുപാട് ഗുണങ്ങളുള്ള റാഗി ഡയറ്റ് ചെയ്യുന്നവർക്ക്, ഷുഗർ ഉള്ളവർക്കൊക്കെ ഉച്ചയ്ക്ക് ചോറിന് പകരം കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം. ഇപ്പം നമ്മുടെ റാഗി മുദ്ദ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവായെന്നറിയാൻ നമ്മൾ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി നോക്കിയാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തണുത്തുകൊണ്ട് അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. എന്നിട്ട് നമ്മൾ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് കയ്യിലോട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള, നമ്മൾ കഴിക്കുന്നതനുസരിച്ചുള്ള ബോൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കണക്കിനനുസരിച്ചാണ് ഇതിൻ്റെ ബോൾസിൻ്റെ സൈസ് ആക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബോൾസിൽ നമ്മളെടുത്ത അളവിൽ ഒരു 3 റാഗി ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ അഥവാ ഒട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇതേ കണക്ക് ഉരുട്ടിയെടുത്തേച്ചാൽ മതി. അങ്ങനെ വളരെ ഹെൽത്തിയായ എന്നാൽ നല്ല ടേസ്റ്റിയുമായ റാഗി മുദ്ദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗി ഇഷ്ടമുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. പിന്നെ ഇത് നല്ല ചൂടോടെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ കിടില്ല. പിന്നെ ചിക്കൻ കറി തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ തണുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇച്ചിരി തൈരുണ്ട്, അതും കൂട്ടി കഴിക്കാനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.